ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പർച്ചേസിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ലുലു മാളിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനും ഉണ്ടായിന്. അപ്പോൾ ഓഫർ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവിടേക്ക് പോയതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ ഓടുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനും അതിൻ്റെ കൂടെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് നല്ല ഓഫർ ഉണ്ടായിട്ടാ. കാര്യത്തിലും നല്ല ഓഫറുണ്ട്. ബെഡ്ഷീറ്റുകളൊക്കെ ഒരുപാട് ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് അതേപോലെ മാറ്റ്, പിന്നെ കുക്കറ്, ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ കാല് കുത്താനുള്ള സ്ഥലമല്ലേ, ഫുള്ള് ആളുകളതിന്. ഒരുപാട് ആളുകളെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ടായിന് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് ഓരോന്ന് കണ്ടപ്പം. അത്രയും തിരക്കായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ പ്ലേറ്റിനൊന്നും അത്ര ഓഫറൊന്നുമില്ല. ആ സോപ്പൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെടുത്ത സാധനമായിട്ട് ഞാൻ കാണിക്കാനും വിട്ടുപോയി. അത്രയും തിരക്കായതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് ഞങ്ങളെ ട്രോളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥലമില്ലാതായിന് അത്രയും സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്ന് ബോക്സ് ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് നിറയുമല്ലോ. ഇതുപോലെ ഈ ഫ്രൈ പാനും അതേപോലെ കുക്കറ്, അതുപോലെ ബിരിയാണി പോട്ട്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പ്ലേറ്റിനൊന്നും ഒരു ഓഫറും ഇല്ല. നല്ല റേറ്റ് ഉണ്ട് പ്ലേറ്റിനൊക്കെ അവിടെ കൊടുത്ത്. അപ്പോൾ നമ്മൾ പുറത്തത്തെ കടയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെയും സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റാണ് കൂടുതലായിട്ട് എല്ലാ സ്ഥലത്തും. അതുപോലെ ഉജാലൻ്റെ ലിക്വിഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ 4 ലിറ്റർ ആയാലും 350 രൂപക്കാണ്. അത് നല്ലതായിരുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ശേഷം വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടപ്പോൾ ഒരു നല്ല ഉജാലൻ്റെ തന്നെയാണ്, ലോക്കലൊന്നുമല്ല. അപ്പോൾ അത് നല്ലൊരു ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റീൽ പാത്രമൊക്കെ കണ്ട് കാണുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ബെഡ്ഷീറ്റുകളൊക്കെ കണ്ടിട്ട് എല്ലാ ബെഡ്ഷീറ്റും എടുക്കാൻ തോന്നുന്നുണ്ട്. ഞാനൊരു ബെഡ്ഷീറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഓവറായിട്ട് സാധനത്തിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരുപാട് സാധനമൊന്നും എടുത്തിട്ടില്ല. അതേപോലെ ഈ തോർത്തുമുണ്ട് ഉണ്ടല്ലോ, ഇത് ഞാനൊന്നും എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടർക്കി പോലത്താണത്. അപ്പോൾ ബാത്ത് ടവൽ അത് നല്ല ഇതാണ്. അപ്പോൾ ഞാനതെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ലുലു മാളിൽ പോയവർക്കറിയാം അവിടെ എന്തായിരുന്നു തിരക്കെന്ന്. ഒരു കാല് വെക്കാൻ പോലും നമുക്ക് സ്ഥലമില്ലാത്തൊരു രീതിയിൽ. ഫ്രെയിമുകളൊന്നും ഓഫറില്ല കേട്ടോ. ഫ്രെയിമൊക്കെ ഞാൻ അവിടെ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഓരോ ഫ്രെയിം കാണുമ്പോൾ നല്ല രസമാണല്ലോ നമുക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതെന്നുള്ളൂ. അല്ലാതെ ഓഫറൊന്നും ഫ്രെയിമില്ല. കണ്ടില്ല എത്ര ജനങ്ങളുണ്ടെന്ന്. പിന്നെ ഇതിലൊരു തോർത്തുമുണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. ഇതിൽ കാണുന്ന ഈ വയലറ്റ് അത് 89 രൂപ ആയപ്പം വേഗം എടുത്തതാണ്. ഇതേപോലെ തലയണ ഉണ്ടില്ലേ, ആ തലയണൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. തലയണ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ മാറ്റ് ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങിനുള്ള മുഴുവനായിട്ടൊന്നും എടുത്തില്ല. അതുപോലെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ പിന്നെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട്. വലിയ റേറ്റൊന്നും ഗ്ലാസ്സിനൊന്നുമില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല. കാരണം അവിടെ തിരക്കുകൊണ്ട് അങ്ങോട്ടൊന്നും നടക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ ഞങ്ങൾ നടന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു എന്നല്ലാതെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണിത്. അപ്പോൾ ഇവിടെയുള്ള ഇതൊക്കെ ഇങ്ങനെ എടുത്തു എന്നല്ലാതെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ നഴ്സറിയിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കിയിന്. ഈ കളറ് അങ്ങനത്തെ സംഭവം ഒന്നും ഓഫറൊന്നുമില്ല. സാധാ റേറ്റ് തന്നെയാണ്. ബോട്ടിലൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. ഇത് കോയിനുകളാണ്. അപ്പം അനിയത്തിൻ്റെ മോള് കാണിച്ചു തന്നപ്പോൾ ഞാനതിങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതൊരു പണിയാണല്ലോ, ഇങ്ങനത്തെ ഈ ഒരു ഇത് കണ്ടാൽ എല്ലാവർക്കും പൊട്ടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിങ്ങനെ പൊട്ടിച്ച് നിൽക്കും ഞാൻ. ടൈം പോണത് പോലും അറിയില്ല. അത്രയും അത് കയ്യോളം പൊട്ടിക്കും. അപ്പോൾ ഇതൊക്കെ സ്കൂൾക്ക് ഉള്ള ആവശ്യങ്ങൾക്കുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ. പക്ഷേ അതൊന്നും റേറ്റ് കുറവൊന്നുമില്ല. നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ. ഞാൻ ശരിക്കും ഞങ്ങളെടുത്ത വീഡിയോ ഇടാനും മറന്നിട്ടുണ്ട്. എടുത്ത വീഡിയോ പിന്നെ ഞങ്ങളെടുത്ത ഒരു ഐറ്റംസും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ സത്യത്തിൽ അതൊക്കെ മറന്നതാണ്. പിന്നെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തതെന്നുള്ളൂ. അതിങ്ങനെ കാണുമ്പോൾ ഏതാ എടുക്കുക, എന്താ ചെയ്യുക, വീഡിയോ എടുക്കുക വേണ്ടിയത്, ഈ സാധനങ്ങളൊക്കെ നോക്കുക വേണ്ടിയത്, അങ്ങനെ ഇപ്പോൾ ആയപ്പം വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായില്ല. ഓർമ്മ ഇല്ലാഞ്ഞിട്ടല്ല എടുക്കാതെ നിന്നതാണ്. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനതൊക്കെ എടുത്തതെന്നുള്ളൂ.
ഇതൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഈ ഓഫറുള്ള ഇതൊക്കെ വാങ്ങലുണ്ട്. അതേപോലെ ഈ ജാറിന് നല്ല ഓഫറാണ്. ഇത് പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഭാഗത്തേക്ക് പോയതൊന്നുമല്ല. ഇത് ഞങ്ങൾ ബില്ലാക്കണമെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്തും ഓരോ കൗണ്ടറിലും തിരക്കാണ്. അപ്പോൾ ഓരോ കൗണ്ടറിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ നോക്കിയെന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതൊന്നും വാങ്ങിയിട്ടില്ല. ഫുള്ളായിട്ട് നടന്നിട്ടുമില്ല, ടൈമും ഇല്ല. ഇനി ഞങ്ങൾ 6 മണിക്കാണ് പോയത്. അതാ ഞങ്ങളെടുത്ത സാധനങ്ങൾ ഇതാണ് കാണിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ, ഫുള്ളായിട്ട് കാണിച്ചില്ലെങ്കിലും. ഫസ്റ്റ് ഞാനും സത്യത്തിൽ വീഡിയോ കണ്ടപ്പോൾ ഞാനിതൊന്നും എടുത്തില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചത്. ഇത് പീനട്ട് ബട്ടറാണ്. ഇതിനൊന്നും ഓഫറില്ല കേട്ടോ, പീനട്ട് ബട്ടറൊന്നും. ഇതൊക്കെ ഓഫറിൽ പിന്നെ യാറയിൽ ഇവിടെയൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷെ അതൊക്കെ ഓഫറില്ല തീരെ. ബില്ലാക്കണോടത്ത് എന്തൊരു തിരക്കായിരുന്നു അറിയോ. ഒരുപാട് നേരം ബില്ലാക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിന്, നല്ല തിരക്കായിന് കൗണ്ടറിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കൗണ്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഒരുപാട് നേരം ഞങ്ങൾ നിന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. അപ്പോൾ ഏടത്തിക്കോൽക്കൊരു ഇത് ഫാഷൻ ബസാർ മുകളിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ അവരെ മുകളിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിലാണ് കയറിയത്. പക്ഷെ ഞങ്ങൾ കയറുന്ന ടൈം 11:30 ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പം ആദ്യം ഞങ്ങൾ മന്തി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ മന്തി അവിടെ ഇല്ല, മന്തി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെന്താ ഉള്ളത് ചോദിച്ചപ്പോൾ മധുഹൂത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മധുഹൂത്തിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അവരൊന്ന് പറഞ്ഞു മധുഹൂത്തും ഇല്ല, അപ്പോൾ നിങ്ങൾ പൊറാട്ട എന്തെങ്കിലും കഴിച്ചോളി പറഞ്ഞു. അപ്പോൾ പൊറാട്ട കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ പൊറാട്ടയ്ക്ക് കാര്യമായിട്ട് കറികളും ഇല്ലായിരുന്നു. ടൈം ഒരുപാടായിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നെ 24 hours ഹോട്ടലാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത്. ഞങ്ങൾക്കിപ്പോൾ കാര്യമായിട്ട് ബട്ടർ ചിക്കനും പൊറാട്ടയും മാത്രമേ അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിച്ച് വിശപ്പുണ്ടായിന് നല്ലോണം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞാണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്, പിന്നെ ലുലു മാളിൽ പോയത്. ഏതായാലും കിട്ടിയതൊക്കെ കഴിച്ചിട്ട് അത് കഴിച്ചാണ്ട് ഞങ്ങൾ വേഗം വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പം ടൈം ഒരുപാട് വൈകി പോയിട്ടുണ്ട്, ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.